പുതുശതകത്തിൻ പുലരിതാ 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. പുണ്യനബിയുടെ ഹിജ്റ മുതൽക്ക് എണ്ണി വരുന്നീ ശതകങ്ങൾ, 14 പിന്നിട്ടു കഴിഞ്ഞാൽ ഗതിവേഗം അറിയും നമ്മൾ. ചിത്തമൊരുത്തി ഓർമ്മിക്കാം ഹിജ്റത്തിലടങ്ങിയ പാഠങ്ങൾ, ചിന്ത പുതുക്കാം മാതൃകയാക്കാം അന്ത്യനബിയുടെ ത്യാഗങ്ങൾ. സാക്ഷാൽ ദീനിന്നിണങ്ങുന്ന മേച്ചിൻ പുറമെന്നറിയുന്ന ദിക്കുമദീനത്തേക്കു ഗമിക്കാൻ മക്കയിൽ നിന്നും ഇറങ്ങി തിരിക്കാൻ മുത്ത് നബി ഇറങ്ങുന്നു. ശത്രു ഭവനം വളയുന്നു, ചോര കുടിക്കണമെന്ന് നുണഞ്ഞ് ഊരിയ വാളുകൾ കയ്യിലണഞ്ഞ് ഗൂഢശ്രമങ്ങൾ ആദരവായ റസൂൽ അലിയോട് പറഞ്ഞു, കൂടെ കിടത്തി ഇവിടെ കിടക്കണം നീ ഇന്ന്. കണ്ടാൽ തോന്നണം വീട് വിട്ടെങ്ങോട്ടും പോയില്ല ഞാൻ, എന്റെ വിരിപ്പിൽ തന്നെ ഉറങ്ങുന്നുണ്ടെന്ന്. നിലവിലിരിപ്പൂ ഇവിടമിൽ ഇന്ന് പലവിധമായ അമാനത്ത്, നൽകണമലിയേ നീ അത് വഴി പോൽ കേൾക്കണം എന്റെ വസിയത്ത്. ചോദിക്കാനിടയാക്കരുതേ അത് സാധിക്കുക നീ കാലത്ത്, സംഗതികൾ ധരിപ്പിച്ചു തിരുനബി തങ്ങളിറങ്ങിയിരുട്ടത്ത്. യാസീൻ നബി സൂറത്ത് യാസീനോദി പൂരത്ത്, വന്നിടും നേരം കുറൈശികളൊക്കെ നിന്ന് വെറും പ്രേതങ്ങൾ കണക്കെ. ആരും ഒന്നും അറിഞ്ഞില്ല നേരം തെന്നില് ബിസ്മില്ല, അത്തലയോരോന്നിൽ മണ്ണിട്ട് മുത്തുനബി വേഗം സ്ഥലം വിട്ട്. നിശ്ചയം പോലെ റസൂലുള്ളാഹി സിദ്ദീഖിൻ വീട്ടിലണഞ്ഞു, ലക്ഷ്യ ഭാഗത്തേക്കൊരുമിച്ചു നീങ്ങുന്നേ. നിശ്ചയദാർഢ്യത്തോടൊരു പേരും സൗറ് ഗുഹയിലൊളിച്ചു, രക്ഷകനാം അല്ലാഹുവിൽ അഭയം തേടുന്നേ. ബന്ധം പുലർത്താനുണ്ട് പുറത്ത് സിദ്ദീഖിൻ മകൻ അബ്ദുള്ള, ബഹുബേജാറിൽ ഹാലിളകുന്നു ബഹുദൈവാരാധകരെല്ലാം. തല നൽകുന്നോർക്കൊരു 100 ഒട്ടകം വില നൽകിയിടും എന്നുള്ള തലവന്മാരുടെ ഉത്തരവുണ്ടായി. പലരും അത് നേടാനുള്ള മോഹത്തിൻ ഇരുപുറമോടി താഹാ നബി ഗുഹയിൽ കൂടി. ഒരു ദിവസം അവരത് വഴി വന്നു, പരവശനായി സിദ്ദീഖ് കുരയുന്നു, മുത്തേ ശത്രു വരുന്നല്ലോ, പൊത്തിൽ എത്താനടുത്തല്ലോ. കേട്ടു പറഞ്ഞിടയില്ലവർ കാണാൽ, ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ. പൊത്തിനകത്തം നോക്കണമെന്നതിനാണവർ വന്നത്, പക്ഷേ എത്തിയ നേരം സംശയമെല്ലാം തീരുന്നേ. വീടിത് കണ്ടോ ഞങ്ങളുടേതാണെന്നൊരു കാട്ടുചിലന്തിയും മാടപ്പിറാവും കൂടെ ഇരുന്ന് പാടുന്നേ. പൊത്തിലിരുന്ന് നോക്കണ നേരം ശത്രുവിൻ കാലുകൾ കാണുന്നേ. പൊണ്ണന്മാർക്കതിലുള്ള രഹസ്യം കണ്ണിൽപ്പെടാതെ കഴിയുന്നേ. നൂല് സ്വയം പണിയുന്നവനെട്ടു കാലികലാപരമായി തന്നെ നിർമ്മിച്ചത്ഭുത വലയത് കണ്ട് ദുർമോഹങ്ങൾ മടങ്ങുന്നേ. പാവം പ്രിയ സുഹൃത്ത് പ്രാവും കൂറുകൂറുത്ത്, നിങ്ങളുടെ വലകൾ ആകെ പൊളിഞ്ഞു, ഞങ്ങളിതാ വിജയിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ തോന്നിഞ്ഞ പിശാചിനെ ദുർബലരാം ഇരു പ്രാണികൾ ചേർന്ന് അത്ഭുതകരമായി ആട്ടിവിടുന്നു. 3 ദിനം തുടരാനിട വന്ന ദാരുണം ഗുഹവാസം, തന്നിലവരുടെ പൈതാഹങ്ങൾ തീർക്കുവാൻ മുന്നിട്ടിറങ്ങിയ പെൺകൊടിയാ സിദ്ദീഖിൻ മകൾ അസ്മാബി. എന്നും ചരിത്രം തന്നിൽ കിടപ്പുണ്ടോർക്കുവാൻ. എന്തൊരു ത്യാഗം ഭക്ഷണം ബീവി സ്വന്തം തന്നെ ഒരുക്കുന്നു. ഏകാകിനിയായി രണ്ടും കൽപ്പിച്ച ഗുഹലക്ഷ്യം വെക്കുന്നു. തഞ്ചം നോക്കി കൊണ്ട അസ്മാബി സഞ്ചിയുമായി നടക്കുന്നു. താഹാ നബിയുടെ തിരുഹളറത്തിൽ ആഹാരം എത്തിക്കുന്നു. 4-ാം ദിനം ഹിജ്റ 4 ബീവി ഹാജരായി. ഭക്ഷണ പൊതിയുമായി അവർ വന്നു, പക്ഷെ തിരക്കിൽ ചരട് മറന്നു. പട്ട അരയെന്നഴിക്കുന്നു പെട്ടെന്നത് കീറി വിളർന്ന്
തൽക്ഷണം ഒരു പൊളി അരയിലണഞ്ഞു, ഭക്ഷണം മറുപൊളി കൊണ്ടുവരിഞ്ഞു. നിശ്ചിത സമയം വന്നു കഴിഞ്ഞു, വേഗം അസുമാ നൽകിയ ഭക്ഷണ പൊതിയും കൊണ്ട് പുറത്ത് പോകുന്നേ. നിത്യറഫീക്കുകൾ പൊത്തിലൊളിക്കും മുമ്പേ തന്നെ ഒരുക്കി നിർത്തിയ വാഹനം രണ്ടും എത്തിച്ചേരുന്നേ. ഒട്ടകം രണ്ടും നോക്കാൻ ഒരുവനെ കിട്ടിയതെന്തൊരു നിയമത്ത്, ഒട്ടും വഞ്ചന ചെയ്യാത്തവരിൽ പെട്ടവന് ഒരീക്കത്ത്. അസുമാ ബീവി കഴിഞ്ഞാൽ പിന്നെ വിസ്മയകരമാം ഹിദ്മത്ത്, അന്നുദിനം നൽകിപ്പോന്നുള്ളൊരു അയാളുടെ അനുഭവമായ അമാനത്ത്. നേരിൽ അറിയും രണ്ടു പേരും അയാളെ കണ്ടു, പറയണം വേഗം മദീനയിലേക്ക്, പരിചയമുള്ള കുറുക്കു വഴിക്ക് പോകാൻ വഴി കാട്ടണമെന്ന്. വേഗം ആവട്ടെ അതിന് സന്മനസ്സോടെ സുഹൃത്ത് വഴങ്ങി, താമസിയാതെ അവർ യാത്ര തുടങ്ങി. പുതുശതകത്തിൻ പുലരീതാ 15-ാം നൂറ്റാണ്ടിന്റെ കഥകിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ, ശതകമതിന്ന് ഞങ്ങൾ സ്വാഗതമോതുന്നേ.